ജാതിമത ഭാഷാന്തരങ്ങൾ മറന്ന് ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. സ്വന്തം സുരക്ഷയ്ക്കായി അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കണം. ഭാരതം ഹിന്ദു രാഷ്ട്രമെന്ന് സർസംഘ് ചാലക് ആവർത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്നാണ് RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്? സുരേഷ്, RSS രാജസ്ഥാനിലെ ബരാനിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സർസംഘ് ചാലക് മോഹൻ ഭഗവത് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് ഭാരതം എന്ന മണ്ണിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പൂർവികർ ജനിച്ച മണ്ണാണ് ഭാരതം. പിന്നീട് ഈ ഹിന്ദു എന്ന പേര് പിന്നീട് വന്നതാണെങ്കിലും ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഹിന്ദുക്കൾ തന്നെയാണെന്ന് RSS സർസംഘ് ചാലക് മോഹൻ ഭഗവത് വ്യക്തമാക്കി. ഭാരതം ഹിന്ദു രാഷ്ട്രം തന്നെയാണെന്ന് ആവർത്തിച്ച സർസംഘ് ചാലക് ഭാഷ, ജാതി, ദേശം തുടങ്ങിയ ഭിന്നതകളും തർക്കങ്ങളും ഒഴിവാക്കി ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ടത് സാമൂഹിക പുരോഗതിക്ക് അനിവാര്യമാണെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. RSSനെയോ അല്ലെങ്കിൽ RSSന്റെ പ്രവർത്തനങ്ങളെയോ മറ്റൊരു സംഘടനയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. RSS കേവലം ഒരു സംഘടന മാത്രമല്ലെന്നും വ്യക്തി വികാസത്തിനുള്ള ചിന്താ രീതി കൂടിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. നേതൃത്വത്തിൽ നിന്നും ആശയങ്ങൾ സ്വയം സേവകരിലേക്കും അവിടെ നിന്നും കുടുംബങ്ങളിലേക്കും കൈമാറുന്ന രീതിയാണ് RSSനുള്ളതെന്നും രാജസ്ഥാനിൽ നടന്ന ചടങ്ങിൽ സർസംഘ് ചാലക് വ്യക്തമാക്കിയുണ്ടായി. സുരേഷ്, നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു സമൂഹം ഒന്നിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനൊപ്പം ഭാരതം ഹിന്ദു രാഷ്ട്രമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തത്, അല്ലേ? തീർച്ചയായിട്ടും RSS സർസംഘ് ചാലക് ഇത് ആദ്യമായല്ല ഭാരതം ഹിന്ദു രാഷ്ട്രമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മുൻപും പല ചടങ്ങുകളിലും അദ്ദേഹം ഇത്തരം വിശേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു ഭാരതം ഹിന്ദു രാഷ്ട്രം തന്നെയാണെന്ന്. അദ്ദേഹം സൂചിപ്പിച്ചത് ഈ ഭാരതം എന്നുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രൗഢി ഇന്നിപ്പോൾ ലോകമെമ്പാടും ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. ഈ ഭാരതം എന്നുള്ളത് അത് ഹിന്ദുക്കളുടെ മണ്ണാണ്. പ്രത്യേകിച്ച് പൂർവികർ ജനിച്ചു ജീവിച്ച മരിച്ച മണ്ണാണ് ഭാരതത്തിലേത്. ഈ ഭാരതത്തിലെ ഹിന്ദുക്കൾ ഒന്നിക്കേണ്ടതിന്റെ അനിവാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രത്യേകിച്ച് നിലവിൽ സമൂഹത്തിൽ മറ്റ് അനവധി വിഷയങ്ങൾ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജാതി, മതം അല്ലെങ്കിൽ ഭാഷ, ദേശം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്നുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ അത്തരമൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല RSSനെ പറ്റിയും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. RSS കേവലം ഒരു സംഘടന മാത്രമല്ല, ലോകത്തെ ഒരു സംഘടനയുമായി RSS എന്ന സംഘടനയെ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. RSSന്റെ പ്രവർത്തനങ്ങൾ അത് മേൽത്തട്ടിൽ നിന്നും താഴെ സ്വയംസേവകരിലേക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ പകരുകയും സ്വയംസേവരിൽ നിന്നും അത് കുടുംബങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് RSSന്. അങ്ങനെയുള്ള പാരമ്പര്യമാണ് RSSന്റേതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. യെസ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.